ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ICDയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐക്കോഡിൻ്റെ ഭാഗത്ത് വരുന്ന, അതായത് കാർഡിയോവാസ്കുലർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഭാഗത്ത് വരുന്ന സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈസിയാണ്, അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കോഡ് എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് സെക്ഷൻ പോലെയാണ് ആ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മെയിൻലി സ്ട്രോക്കിനെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ഒരു സീക്വലെ പോലുള്ള എഫക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്ക് എന്താണ് സ്ട്രോക്ക് എന്നുള്ളത് നോക്കാം. സ്ട്രോക്കിനെ നമ്മൾ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് കൂടി പറയാറുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈക്ക് വരുന്ന തടസ്സം, അല്ലേ, അതുകൊണ്ട് ഉണ്ടാവുന്നൊരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഇത് രണ്ട് കാര്യം കൊണ്ടാണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത്, അല്ലേ. അഥവാ ഒന്നില്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നടക്കുന്ന ആ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാവുന്നത് വഴി അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ ഇൻഫ്രാക്ഷൻ ടൈപ്പ് സ്ട്രോക്ക് എന്ന് വിളിക്കും, അല്ലേ. അതായത് ഈ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തം കൃത്യമായിട്ട് അവിടേക്ക് എത്തില്ല, സ്വാർത്ഥ പ്രവർത്തനങ്ങൾ നടക്കില്ല, അവിടെ അത് തകരാറിലാവും. അതാണ് അവിടെ ഇൻഫ്രാക്ഷൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഹെമറാജിക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ പൊട്ടലുകളോ അങ്ങനെ റപ്ചേർഡ് ആയിട്ടുള്ള രക്തക്കുഴലുകൾ, ഇങ്ങനെ പൊട്ടലുകളും മുറിവുകളൊക്കെ ഉണ്ടായിട്ട് രക്തമൊക്കെ അതിലേക്ക് കറക്റ്റായിട്ട് എത്തില്ലല്ലോ. അപ്പോൾ പൊട്ടലും മുറിവുണ്ടായി എന്താ സംഭവിക്കുക, രക്തം നഷ്ടപ്പെട്ടു പോകും, അതിലേക്ക് കൃത്യമായിട്ട് എത്തില്ല ബ്രെയിനിലേക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഹെമറാജിക് ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള സ്ട്രോക്കിലെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്ട്രോക്കിന് കോഡ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രോക്ക് എപ്പോഴാണ് പേഷ്യൻറ്റിന് സംഭവിക്കുന്നത്, പിന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ട്രോക്കാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്രാക്ഷൻ ടൈപ്പ് ആണോ, ഹെമറാജിക് ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി ആണോ, അഥവാ അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആണോ പേഷ്യൻറ്റിന് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതനുസരിച്ചിട്ടാണ് I60 to I67 കാറ്റഗറി, അതായത് I60 മുതൽ I67 വരെയുള്ള കാറ്റഗറിയിൽ നിന്ന് ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സ്ട്രോക്കിൻ്റെതായിട്ടുള്ള കറക്റ്റ് പേഷ്യൻറ്റിന് എന്ത് കണ്ടീഷനാണോ സ്ട്രോക്കിൻ്റെ ഉള്ളത് അത് വെച്ചിട്ടുള്ള കോഡ് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഈ സ്ട്രോക്കിൻ്റെ കേസുകൾ കോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഇത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആണോ ഇൻട്രാ ഓപ്പറേറ്റീവ്ലി ആണോ എന്നുള്ളത് കൊടുത്തിട്ട് അതിന് ശേഷം വേണം ഏത് കാറ്റഗറി ഓഫ് സ്ട്രോക്ക് ആണോ ഉള്ളതെന്നുള്ളത് I60 to I67 കാറ്റഗറി എന്നുള്ള കോഡ് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Embolic cerebral infraction of right middle cerebral artery that occurred during the hip replacement surgery. The surgeon documented as due to surgery. അതായത് ഈ പേഷ്യൻറ്റിന് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി നടക്കുന്ന സമയത്ത് അത് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു, എംബോളിക് സെറിബ്രൽ ഇൻഫ്രാക്ഷൻ റൈറ്റ് മിഡിൽ സെറിബ്രൽ ആർട്ടറിയിൽ സംഭവിച്ചു. ദാറ്റ് ഈസ് ഇൻഫ്രാക്ഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോക്ക് ആ വിഭാഗത്തിൽ എടുക്കാം, അല്ലേ നമുക്ക്. സോ ഇവിടെ ഈ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ ഇടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്, ഇത് കാരണം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനുള്ള കോഡ് നോക്കിയെടുക്കുക. അപ്പോൾ I97.8 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ടുണ്ടായ സ്ട്രോക്ക് എന്നുള്ളത്, അതാണ് അതിന് കാരണം എന്നുള്ളത് കാണിക്കാനായിട്ട് അപ്പോൾ അതായത് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി ആണെന്ന് കാണിക്കാനായിട്ടുള്ള I97.8 1 എന്ന് പറഞ്ഞ കോഡ് കാണാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്ന നമ്മൾ ഇൻഫ്രാക്ഷനിൽ പോയിട്ട് എംബോളിക് സെറിബ്രൽ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് I63.4 1 എന്ന് പറഞ്ഞ കോഡും കിട്ടുന്നതാണ്. അടുത്തൊരു സെക്ഷൻ നമുക്ക് വരുന്നത് സീക്വൽ ഓഫ് CVD, അഥവാ നമുക്ക് ലേറ്റ് എഫക്റ്റ്. ഒരു സ്ട്രോക്ക് വന്നൊരു പേഷ്യൻറ്റിന് ഇതിൻ്റെ ലേറ്റ് എഫക്റ്റ് കൊണ്ട് ഈ പാരലൈസ് ആവുന്ന പോലെ കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ. അപ്പോൾ അതിനെങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ സീക്വലി കണ്ടീഷൻസിനെ എങ്ങനെ കോഡ് ചെയ്യുക. അപ്പോൾ സീക്വൽ ഓഫ് CVD വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് I69 കാറ്റഗറിയാണ്. സോ നമുക്കറിയാം ഹെമിപ്ലീജിയ, ഹെമിപാരസിസ്, മോണോപ്ലീജിയ, ഇതെല്ലാം നമുക്ക് സീക്വൽ ഓഫ് CVDയിൽ വരുന്ന കണ്ടീഷൻസ് ആണ്. ഇനി ഇതിൻ്റെ കോഡ് സെലക്ഷൻ നമ്മൾ ബേസ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഓൾറെഡി G കാറ്റഗറി ഒക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ഡൊമിനൻറ്റ് സൈഡ്, നോൺ ഡൊമിനൻറ്റ് സൈഡ്, അല്ലെങ്കിൽ ആംബിഡെക്സ്ട്രസ് പേഷ്യൻ്റ് ആണോ എങ്കിൽ അവരുടെ കേസിൽ അങ്ങനെ അത് നോക്കിയിട്ടാണ് നമ്മൾ കോഡുകൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആംബിഡെക്സ്ട്രസ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ആംബിഡെക്സ്ട്രസ് എന്ന് പറയുമ്പോൾ പേഷ്യൻസ് രണ്ട് ഭാഗം, അതായത് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഒരുപോലെ അവർക്ക് ചലിപ്പിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ആംബിഡെക്സ്ട്രസ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംബിഡെക്സ്ട്രസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് എടുക്കാറുള്ളത്, നമ്മൾ അവരുടെ ഏത് ഭാഗമാണോ എഫക്റ്റ് ചെയ്തത് ആ ഭാഗം ഡൊമിനൻ്റ് ആക്കി എടുത്തുകൊണ്ട് നമ്മൾ കോഡ് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ പറയുന്ന ഏത് ഭാഗമാണോ ആ ഭാഗം അവരുടെ ഡൊമിനൻ്റ് അങ്ങനെ കോഡ് എടുക്കണം. അല്ലാത്ത നമ്മൾ പ്രത്യേകിച്ച് ഡൊമിനൻസിയും കാര്യങ്ങളും
പറയാത്ത കേസിൽ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ പീപ്പിളിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറയാനുള്ളത്, അവിടെ റൈറ്റ് സൈഡ് ആയിരിക്കും ഡൊമിനൻ്റ് അല്ലെ. പ്രത്യേകിച്ച് ആംബിഡെക്സ്ട്രസോ അല്ലെങ്കിൽ ഇന്ന സൈഡിലുള്ള പേഷ്യൻ്റ് ആണ്, ഇന്ന ഭാഗമാണ് ഡൊമിനൻ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം അവിടെ റൈറ്റ് സൈഡ് ആണ് മോസ്റ്റ് ഡൊമിനൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും നോൺ ഡൊമിനൻ്റ് എന്ന് പറയുന്നത് നോർമൽ പീപ്പിളിൻ്റെ കേസിൽ. സോ കോഡ് ഫ്രം I16 നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് ലേറ്റ് എഫക്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ, അതായത് പേഷ്യൻറ്റിന് സ്ട്രോക്ക് വന്നിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ലേറ്റ് എഫക്റ്റ് പോലെ അവർക്ക് എന്താണ് ഒന്നില്ലെങ്കിൽ മോണോപ്ലേജി അല്ലെങ്കിൽ ഹെമിപ്ലീജി അല്ലെങ്കിൽ ഹെമി പാരസിസ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ, അതായത് ന്യൂറോളജിക്കലി ഒരു എന്താണ് ഡിഫക്റ്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് I16 കാറ്റഗറി റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പേഷ്യൻറ്റിന് എന്താണ് പേഷ്യൻ്റ് ഹാഡ് എ പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് സെറിബ്രൽ ഇൻഫ്രാക്ഷൻ ബട്ട് ഹി ഡസൻറ്റ് ഹാവ് എനി ലേറ്റ് എഫക്റ്റ് ഗെറ്റ്. അതായത് പേഷ്യൻറ്റിന് ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ലേറ്റ് എഫക്റ്റിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അതായത് ഹിസ്റ്ററി മാത്രമാണ് അത്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് പേഴ്സണൽ ഹിസ്റ്ററിയുടെ കേസിൽ Z86.73 എന്ന് പറയുന്ന കോഡ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചില പേഷ്യൻസിൻ്റെ കേസിൽ ഓൾറെഡി അവർക്ക് മുമ്പ് വന്ന സ്ട്രോക്കിൻ്റെ ഒരു ഇപ്പോൾ പാരലൈസ്ഡ് ആയ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ലേറ്റ് എഫക്റ്റ് പോലെ. സെയിം ടൈമിൽ അവർക്ക് പുതിയൊരു സ്ട്രോക്ക്, ഇപ്പോൾ പുതിയ വല്ല സർജറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പുതിയൊരു എന്തെങ്കിലും തളർച്ച കൂടി നേരിടാം. അങ്ങനെ ഉണ്ടാവുമല്ലോ, അതായത് മുമ്പത്തേൻ്റെ ലേറ്റ് എഫക്റ്റ് അനുഭവിക്കുന്നുണ്ട്, ഇപ്പോൾ പുതിയൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സെക്ഷൻ കോഡ് കൊടുക്കണം. അതായത് ഒരു കോഡ് എന്ന് പറയുന്നത് നമ്മൾ I60 to I67 കാറ്റഗറിയിൽ പുതിയ സ്ട്രോക്കിൻ്റെ കോഡ്, മറ്റേ കോഡ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഓൾറെഡി അവർ അനുഭവിക്കുന്ന ആ ഒരു ലേറ്റ് എഫക്റ്റിൻ്റെതായിട്ടുള്ള I69 കോഡ്. അങ്ങനെ രണ്ട് കോഡ്സ് ഇവിടെ റിക്വയർഡ് ആണ്. ഇത് എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്നു എന്നുള്ളതനുസരിച്ചിട്ട് കോഡിൻ്റെ നമുക്ക് സീക്വൻസിങ് വരുന്നതായിരിക്കും. സോ ഇനി നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ 6 മാസം മുമ്പ് പേഷ്യൻറ്റിന് വന്ന സ്ട്രോക്ക് കാരണം കൊണ്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് രണ്ട് കണ്ടീഷൻസ് അനുഭവിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ് അഫാസിയ ഉണ്ട്, അതുപോലെ തന്നെ ഹെമി പാരസിസ് ലെഫ്റ്റ് സൈഡിലും സംഭവിച്ചിട്ടുണ്ട് ആൾക്ക്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും എന്താണ്, മുമ്പ് 6 മാസം മുമ്പ് വന്ന സ്ട്രോക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ലേറ്റ് എഫക്റ്റ് ആണ് ഇപ്പോൾ. സോ രണ്ടും നമ്മൾ എങ്ങനെ എടുക്കണം, രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീക്വൽ ഓഫ് CVD അഥവാ I69 കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് അഫാസിയയിലും പോയിട്ട് അതുപോലെ തന്നെ ഹെമിപാരസിസിലും പോയിട്ട് കോഡ് എടുത്താൽ മതി. പക്ഷേ എടുക്കുമ്പോൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം, അത് CVA അഥവാ സെറിബ്രൽ വാസ്കുലർ ആക്സിഡൻറ്റിൻ്റെ ലേറ്റ് എഫക്റ്റ് ആണെന്നുള്ള രീതിയിൽ, സീക്വൽ ആണെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്ട്രോക്കിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകം തന്നെ മനസ്സിലായി, ഈ ഏത് വിഭാഗം സ്ട്രോക്ക് ആണെന്നുള്ളതാണ് വെറും സ്ട്രോക്കിനെ കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അതുപോലെ ലേറ്റ് എഫക്റ്റ് ആണെങ്കിൽ I69 കാറ്റഗറിയിൽ നിന്ന് അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. Anyway, thank you for watching this video.